വിളിക്കാനുണ്ട്. ജസ്റ്റ് എന്ന് പറഞ്ഞ പോലെ, കാരണം നമുക്ക് നേരത്തെ കൊല്ലംകാരുടെ ഓളം ഉണർത്തിയ ഒരാളുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കുട്ടീനെയും കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ പല ആളുകളും ഡാൻസ് കളിക്കാൻ മടിച്ചു നിന്നപ്പോൾ ഒരമ്മ കണ്ടില്ലേ, അതാണ് ആ സ്പിരിറ്റ്. എല്ലാവരും ഒരു കൈയ്യടി. എന്തായിരുന്നു പേരെന്ത് ചേച്ചി? പ്രിയ. ഓക്കെ, അപ്പോൾ പ്രിയ ചേച്ചിയാണ് കുറച്ചു നേരം മുമ്പ് നമ്മുടെ കൊല്ലംകാരനെ ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ കലാമണ്ഡലമാണ്. കലാമണ്ഡലാണ്, വെറുതെ അല്ല. മോന്റെ പേരെന്താ? മോന്റെ പേര് ആദിദേവ്. നല്ല ഉറക്കാണ്. ഇവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല. ഇങ്ങനൊക്കെ ബഹളം വെച്ചിട്ടും പുള്ളി നല്ല ഉറക്കത്തിലാണ്. അപ്പൊ എവിടെ വീട്? കൊല്ലം തന്നെയാണോ? കൊല്ലം തന്നെയാണ്. അപ്പൊ ഇന്നലെ വന്നിരുന്നോ? ഇന്നലെ വന്നില്ല. നിങ്ങളുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. കേരള വിഷൻ കാണാറുണ്ട്. അതെ, കേരള വിഷന്റെ പ്രേക്ഷകയാണ്. യെല്ലോ കളർ ഡ്രസ് ഇട്ടല്ലായിരുന്നു. അപ്പൊ ഞങ്ങളതിനൊക്കെ സ്ഥിരം കാണാറുണ്ട്. ഉണ്ട്. അവിടുത്തെ ആൾക്കാർ പേരൊക്കെ അറിയാവോ? എങ്ങനെ ഇവിടത്തെയോ? ഞങ്ങളുടെ സ്റ്റുഡിയോയിലത്തെ? ഇല്ല, അങ്ങനൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടമാണ്, കാണാറുണ്ട്. അതാണ് കേരള വിഷൻ എല്ലാവരുടെ ജനഹൃദയങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ചേച്ചി പാട്ട് പാടുവോ? അത് ശരി, ഫാമിലി അടക്കം വന്നിട്ടുണ്ട്. കലാ കുടുംബമാണ്. ചേട്ടാ പേരെങ്ങനെയാ? എന്റെ പേര് അജിത്ത് ലാഷ്. ഓക്കെ, ഐഡിയ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. വെറുതെ വിടാൻ പറ്റുമോ? ഉറക്ക അതാണ്. അപ്പൊ ചേട്ടനൊരു പാട്ട് പാടോ? ഒരു 4 വരി പോരെ? ആ മതി. അത് 4 വരി പോരാന്ന്. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നു നിന്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിൽ ഒന്നിച്ചിരുന്ന് കണ്ണിൽ തിരി തെളിക്കാനായി നെഞ്ചോരം നാണം തേങ്ങിയോ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നു നിന്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിൽ ഒന്നിച്ചിരുന്ന് കണ്ണിൽ തിരി തെളിക്കാനായി നെഞ്ചോരം നാദം തേടിയോ. ചേട്ടനോടാ ചോദിക്കട്ടെ, ചേട്ടനൊരു ജഡ്ജാണെന്ന് വിചാരിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. വേറൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ആ എങ്ങു നിന്ന് വന്ന പൈങ്കിളി ഇതാണോ? ഇതാണ് ആ പൈങ്കിളി. ആണല്ലേ? പറ്റില്ലല്ലോ, ഇനി മാറ്റി പറയാൻ പറ്റില്ല. സൂര്യയുടെ വക ഒരു തഗ്. ശരി, അപ്പൊ ചേട്ടാ വേറെ ഏതെങ്കിലും പാട്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് അതെ സംഭവം ജില്ലാവായി കണ്ട എല്ലാവരും പറയുന്നു ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട് ചേട്ടാ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ ചേട്ടനെ? എല്ലാവരും ഡാൻസ് കളിക്കോ? അന്ന് ചേട്ടൻ പാട്. വേൽ മുരുകാ ഹരോ